നമ്മുടെ പാലക്കാട് പുതിയതായിട്ട് വന്ന DJ അമ്യൂസ്മെന്റ് പാർക്കിനുള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വന്നാലോ. ഫസ്റ്റ് എൻട്രിയിൽ തന്നെ നമുക്ക് പാറ്റ, പഴുതാര, തുമ്പി, പൂമ്പാറ്റ, പുൽച്ചാടി ഇതിനെയൊക്കെ വലിയ രീതിയിൽ കാണുന്നു. സാധാരണ ഇത് ചെറുതല്ലേ, അപ്പോൾ ആ ഇൻസെക്റ്റിനെയൊക്കെ വലിയ രീതിയിൽ വലുതാക്കിയിട്ട് തന്നെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട്, ഫ്രെയിമല്ല അങ്ങനെ ആക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കാണുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ക്യൂരിയോസിറ്റി ഇടും. ഇതൊക്കെ ചെറുതല്ലേ, ഇതിങ്ങനെ വലുതായി എന്നൊക്കെയുള്ളൊരു ചിന്ത. അപ്പോൾ അത് വിജൃംഭിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫോട്ടോഷൂട്ടിൻ്റെ ഏരിയ കാണാൻ പറ്റും. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോഷൂട്ടൊന്നും എടുക്കാൻ പറ്റി. നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. പിന്നെ DJ അമ്യൂസ്മെന്റ് പാർക്ക് എന്നുള്ളത് നല്ല രീതിയിലാണ് നീതി കൊളുത്തിട്ടുണ്ട്. നല്ല DJ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും പാട്ടൊന്നും വെക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല വെള്ളച്ചാട്ടമായിരുന്നു, നനയാനൊക്കെ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ നനയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കാല് ജസ്റ്റ് ഒന്ന് നനയുള്ളൂ. നല്ല രസമാണ് കേട്ടോ. അവിടെ നിൽക്കുന്ന സമയത്ത് ഈ തിരമാലകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അവിടെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ്മെന്റ് ചെയ്യേണ്ടായിരുന്നു. കുട്ടികൾ മാത്രമല്ല, പ്രായമായവരും ആൺ പെൺ വ്യത്യാസമില്ലാതെ, വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും അത് എൻജോയ് ചെയ്ത് കാണുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നല്ലോ, ഒരു ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഇവർ തുടങ്ങിയതെങ്കിലും നല്ല തിരക്ക് അത് അവർക്ക് അനിവാര്യമാണെങ്കിലും ഞാൻ പോയ സമയത്ത് ഇത്ര തിരക്ക് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ലടോ. എന്തെങ്ങനെ തിരക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് നിൽക്ക് ലീവൊക്കെ എടുത്തിട്ട് അവിടെ വീട്ടിലൊക്കെ ഇരുന്നൂടെ. ഇങ്ങനെ ഇങ്ങോട്ട് വരിക, ഞാൻ വരുന്ന ദിവസം തന്നെ ഇങ്ങനെ തിരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പതിവ് പോലെ ഇങ്ങനത്തെ സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ പതിവാണല്ലോ. യന്ത്രപൂജാലും പിന്നെ തൊട്ടിയും ബോട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കയറി ഇങ്ങനെ മേലേക്ക് നോക്കുമ്പോഴാണ് ഇരുട്ടായിരിക്കുന്നത്. പിന്നെ ഒരുപാട് നേരം അവിടെ കിടന്ന് പെരയാനൊന്നും നിന്നില്ല. നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.